വെടിവെച്ചു കൊന്ന കലമാനുകളുമായി നായാട്ടു സംഘത്തിൽപ്പെട്ട യുവാവ് പിടിയിൽ. താമരശ്ശേരി ഫോറസ്റ്റ് റേഞ്ചിൽപ്പെട്ട പുതുപ്പാടി കൊളമല വനത്തിൽ നായാട്ടു സംഘം പ്രവേശിച്ചിട്ടുണ്ടെന്ന രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് വനപാലകർ നടത്തിയ പരിശോധനയിലാണ് നായാട്ടു സംഘം പിടിയിലായത്. വരും ദിവസങ്ങളിൽ പരിശോധന കർശനമാക്കുമെന്ന് വനം വകുപ്പ് അധികൃതർ അറിയിച്ചു. ശനിയാഴ്ച പുലർച്ചെ 2:30 മുതൽ താമരശ്ശേരി വനപാലകർ കാട്ടിൽ നടത്തിയ തിരച്ചിലിലാണ് നായാട്ടു സംഘത്തിൽപ്പെട്ട ഒരാളെയും ഇവർ വെടിവെച്ചുകൊന്ന മാനുകളുമായി പിടികൂടിയത്. മലപ്പുറം കരുവാരക്കുണ്ട് സ്വദേശി അബ്ദുൾ സമദിനെയാണ് ഫോറസ്റ്റ് സംഘം പിടികൂടിയത്. ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന കരുവാരക്കുണ്ട് സ്വദേശി ഖലീൽ, ഈങ്ങാപ്പുഴ സ്വദേശികളായ മുഹമ്മദ് റാഫി, നൌഫൽ എന്നിവർ വേട്ടയ്ക്കുപയോഗിച്ച തോക്കുമായി ഓടി രക്ഷപ്പെട്ടു. വെടിയേറ്റ നിലയിലുള്ള ഒരു മാനിനെ അബ്ദുൾ സമദിന്റെ കയ്യിൽ നിന്നും മറ്റൊരു മാനിനെ ഇറച്ചിയാക്കിയ നിലയിൽ റോഡരികിൽ നിർത്തിയിട്ട ഓട്ടോറിക്ഷയിൽ നിന്നുമാണ് കണ്ടെത്തിയത്. പ്രതികൾ സഞ്ചരിച്ച മറ്റൊരു കാറിനായി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഈ കാറിലാണ് 3 പേർ രക്ഷപ്പെട്ടതെന്നാണ് വനപാലകർ സംശയിക്കുന്നത്. നിലമ്പൂർ ഭാഗത്തു നിന്നും നിരവധി നായാട്ടു സംഘങ്ങൾ കോഴിക്കോട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നായാട്ടിനായി എത്തിയതായ വിവരം തങ്ങൾക്ക് ലഭിച്ചതായി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പ്രേം ഷമീർ പറഞ്ഞു. ഇന്ന് പുലർച്ചെ കൊളമല ഭാഗത്ത്, പുതുപ്പാടി കൊളമല ഭാഗത്ത് നായാട്ടുകാർ കാട്ടിനുള്ളിൽ കയറിയിട്ടുണ്ട് എന്നുള്ള രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സ്റ്റാഫ് അവിടെ പരിശോധനയ്ക്ക് എത്തുകയും കാട്ടിനുള്ളിൽ രാത്രി വെളിച്ചം കണ്ടപ്പോൾ പരിശോധിച്ചപ്പോഴാണ് 2 മാനുകളെ വെടിവെച്ചതായിട്ടുള്ള കിട്ടുന്നത്. അതിൽ ഒന്നിനെ ഇറച്ചിയാക്കിയിട്ടുണ്ട്, രണ്ടാമത്തേനെ ഇറച്ചിയാക്കാനുള്ള ശ്രമത്തിന്റെ ഇടയിലാണ് പിടിക്കപ്പെടുന്നത്. പിടിക്കപ്പെട്ടപ്പോൾ കരുവാരക്കുണ്ടെന്നുള്ള ഒരു പ്രതിയെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. താമരശ്ശേരി ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൈരളി ന്യൂസ്, കോഴിക്കോട്.